ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ നാടിൻ്റേതാണ് കേട്ടോ. അതായത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ 50ാം വാർഷികമാണ്. ആ സ്കൂള് തുടങ്ങി ഫസ്റ്റ് ബാച്ച് കുട്ടികളായിരുന്ന ഞങ്ങൾ ഇന്ന് വലിയ ആളുകളായി മാറിയെങ്കിലും പഠിത്തത്തിലല്ല കേട്ടോ, വലിപ്പം കൊണ്ടാണ് വലിയ ആളുകളൊക്കെ ആയി മാറിയവർ. ഒത്തിരി പേര് അതിൽ നല്ല നല്ല നിലയിലുള്ളവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 50ാം വാർഷികം ആണ് സ്കൂളിൻ്റെ. അതിനു വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വർഷം മുന്നേ കഴിഞ്ഞ വർഷത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചുകാരും കുറച്ച് അധ്യാപകരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും കൂടി ഉള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പം നമുക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, ചെറിയൊരു അഹങ്കാരവും ഒരു ഗമയും ഒക്കെ ഉണ്ട് ഫസ്റ്റ് ബാച്ചുകാർക്ക് കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ അവസ്ഥയും ഞങ്ങളന്ന് പഠിച്ച സാഹചര്യവും ഒക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഇന്ന് എന്ത് നല്ല സ്കൂളായി, എന്ത് നല്ല സാഹചര്യങ്ങളായി. ജോസ്ഗിരി എന്ന് പറയുന്ന നാട് മൊത്തത്തിൽ നല്ല പുരോഗമനമാണ് വന്നിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. സെൻറ്റ് ജോസഫ് സ്കൂൾ അതിൻ്റെ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ബാച്ചുകാരുടെ വകയാണ് ഗേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ഇന്ന് ബാക്ക് സൈഡൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ ഒരു ഉപ്പുമാവ് പെരയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊക്കെ മാറി നല്ല ഒരു കെട്ടിടമൊക്കെ ആക്കി അവിടെ കഞ്ഞിപ്പെര. അങ്ങനെ ഇന്നെല്ലാം അടിപൊളിയാണ്. ചന്ദമൊഴി വിധമാടകൾ ചാത്തി ചന്ദന കളവം വെയിൽ പോകി, ചന്ദമൊഴി വിധമാടകൾ ചാത്തി ചന്ദന കളവം വെയിൽ പോകി. സുന്ദരി മാരണി ചേരുകയായി, സുന്ദരി മാരണി ചേരുകയായി. നീ തിരുവാതിരം തൊഴുതൂവണി തിരുവാതിരാവതി ദേവഹിതം ദേവിമുഖം കിളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടി വരൂ. രാവിൽ നീ രാവിൽ നീ പാൽമൊഴി നിന്നീ പൂക്കുട ചാത്തി ആഴിരാസഖിമാരേ, പാൽമൊഴി നിന്നീ പൂക്കുട ചാത്തി ആഴിരാസഖിമാരേ, ആഴിരാസഖിമാരേ, ആഴിരാസഖിമാരേ. ദേവദേവ വാഹി മടാനൊന്നു ചേരിടാ, പാർവതിക്കൊരു ഇംഗിതത്തിൻ ബലമരുളിടാ. ദേവദേവ വാഹി മടാനൊന്നു ചേരിടാ, പാർവതിക്കൊരു ഇംഗിതത്തിൻ ബലമരുളിടാ. തോഴികളാം നാരിമാരി വന്നണഞ്ഞിടാ, മൂലലോകനാഥനാകും ജൂൺ 8. നമസ്കാരം. പച്ചപ്പിൽ മൂടിയ മലനിരകളും കോടമഞ്ഞിന്റെ സൗന്ദര്യവും നിറഞ്ഞ് പ്രകൃതിയാമത് വാർഷിക റിപ്പോർട്ട് സർവേശ്വരന്റെ അനന്തകൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് അവതരിപ്പിക്കട്ടെ.
തലശ്ശേരി അതിരൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ ശക്തമായ നേതൃത്വത്തിൽ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ സോണി വടശ്ശേരിയിൽ ഈ വിദ്യാലയത്തിന്റെ ഓരോ ചുവടുകൾക്കും മുന്നേറ്റത്തിനും ചുക്കാൻ പിടിക്കുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ മേപ്രത്തിന്റെ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഉൾച്ചേർത്ത് പ്രത്യേക പരിശീലനം, LSS, USS പരിശീലനം, സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരീക്ഷണങ്ങൾ, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദിനാചരണങ്ങളിൽ നിരവധി ആഘോഷ പരിപാടികൾ, വായനാ ദിനത്തിന്റെ ഭാഗമായി ദിവസങ്ങളോളം വ്യത്യസ്തതയാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ഉച്ചവരെ നീണ്ടുനിന്ന കലാപരിപാടികളുമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപനം നൽകി. കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ തുടങ്ങി കുട്ടികളുടെ ഹൃദയങ്ങളിൽ മറക്കാനാവാത്ത നിരവധി പ്രവർത്തനങ്ങൾ. കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഈ സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയുമായ ശ്രീ ജോസ് മാത്യു അവർ പരിസായികളുടെ സഹായത്തോടെ ഊർജിതമായ പഠന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അധ്യാപകർ ആവേശത്തിലാണ്. എല്ലാ ആഴ്ചയിലും ഇംഗ്ലീഷ് അസംബ്ലി നടത്തുന്നു. കരിങ്കല്ലും മൺകട്ടയും ഒക്കെ ഉപയോഗിച്ച് കെട്ടിയ വീടുകൾ, പുല്ല്, ഓടപ്പായ, ഓല ഇതുകൊണ്ടൊക്കെ മേഞ്ഞിരുന്ന വീടുകൾ ഒക്കെ ആയിരുന്ന സ്ഥലത്ത് ഇപ്പം നോക്കിക്ക് എത്ര നല്ല നല്ല കെട്ടിടങ്ങളാണെന്ന്, എത്ര മനോഹരമാണ്. ഈ ജോസ്ഗിരി നാട് ജീവിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. വലിയ ചൂടില്ല, നല്ല ഒരു കാലാവസ്ഥയൊക്കെയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ മഞ്ഞ് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണാൻ പോലും പറ്റാത്ത കിടുകിടാ വിറയ്ക്കുന്ന ഒരു കാലമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ. ഇപ്പം ഞാൻ ഈ വന്ന വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താമസിക്കുന്ന മലയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു വീട്ടുകാരാണ് കേട്ടോ. അവരിതാ ഈ ജോസ്ഗിരി സിറ്റിയിലേക്ക് വന്ന് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി വീടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒന്ന് വിശ്രമത്തിനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോയതാണ്. അപ്പോൾ ഇനി ബാക്കി കഥ പറയാം. ചെറുപ്പത്തിൽ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 15 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അത്രയും ആ കൂട്ടിമുട്ടിയാൽ കാണാത്ത മഞ്ഞൊക്കെ മാറിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്ര ഭയങ്കരമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും പിന്നെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ ജോസ്ഗിരി നാടിൻ്റെ പരിസരത്തോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് തണുത്തിട്ട് വിറയ്ക്കാൻ തുടങ്ങുമായിരുന്നു. നല്ല ഒരു അന്തരീക്ഷം. ഇപ്പം അതൊക്കെ അത്രയും മഞ്ഞുള്ള സമയമൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും നല്ല മഴക്കാലത്തൊക്കെ ഭയങ്കര മഞ്ഞൊക്കെ വരാറുണ്ട്. അത്രയും നല്ല സുഖമാണ്. വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും സുഖം. 2-3 KSRTC ബസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ. അതുപോലെ ഇപ്പം നമ്മളവിടെ ചെന്ന് ബസ് ഇറങ്ങിയാലും ഓട്ടോറിക്ഷ കിട്ടാനുണ്ട്. കണ്ടതൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ 1ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി 4ാം ക്ലാസ് വരെ അന്ന് സ്കൂളായത്. എന്നാലിന് ശേഷം ഞങ്ങൾ കുറേ ദൂരെ നടന്നിട്ട് വേണം കേട്ടോ അടുത്ത സ്കൂളിൽ പോകാൻ. കോഴിച്ചാൽ ഗവൺമെൻറ് സ്കൂളിലാണ് ഞങ്ങൾ പിന്നെ പോയി പഠിച്ചത് 5 വരെ. അതുപോലെ ഇപ്പോൾ 7 വരെയായി അവിടെ പോസ്റ്റ് ഓഫീസുണ്ട്, അങ്ങനെ പള്ളിയുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. ഞങ്ങൾ 2 കുറച്ച് ദൂരത്തു നിന്നാണ് ചെന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു പോരുകയും ചെയ്യണം. അപ്പം നല്ല രാത്രിയായി. 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്കാണ് ഫസ്റ്റ് വന്നത് കേട്ടോ. അതാണ് അവർ പറയുന്നത്. വല്ല വിഷമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ആദ്യം തന്നതാണ്. നെയ്സുപടിയും മറ്റേ എന്നാ ചെള്ളനുള്ള ഉപ്പുമാവും. ഇപ്പോഴും ഒരുത്തൻ്റെ മോൾ അവിടെ പഠിക്കുന്നുണ്ട് 7ാം ക്ലാസ്സിൽ കേട്ടോ. അവനാണ് ഞങ്ങളുടെ വീഡിയോ പിടിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എന്താ അവസ്ഥ. ഇതാ ഈ ചേട്ടനെ ഞാൻ എപ്പോഴും അവിടെ ശ്രദ്ധിച്ചേ. ഒറ്റപ്പെട്ട ചേട്ടനെല്ലാം നടക്കുമ്പോൾ ഞങ്ങൾ അവരുടെ വർത്തമാനം പറഞ്ഞതാണ്. അപ്പോൾ ആരാ ഏതാണെന്നൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോൾ പുള്ളിക്കാരനെ മൈക്കുകാരുടെ കൂടെ വന്ന മനുഷ്യനാട്ടോ. പിന്നെ നാട്ടുകാരെ അവരെല്ലാം കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തിരുവാതിരയുടെയൊക്കെ ബാക്കി ഇനിയുണ്ട്. ഒത്തിരി വലിയ വീഡിയോ ഇട്ടാൽ നിങ്ങളാരും കാണില്ല, അല്ലെങ്കിൽ തന്നെ കാണുന്നത് കുറവല്ലേ എല്ലാവരും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അങ്ങ് വെട്ടി ചുരുക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. പറ്റുവാണെങ്കിൽ ഷെയറും കൂടി ചെയ്തേരെ.
അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.